മോർണിംഗ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ ഡിമാൻഡ് ഡിറ്റർമിനൻസ്. ഓക്കെ, നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് ഒക്കെ കണ്ടു. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ദ ഡിമാൻഡ്? സോ മെനി ഫാക്ടേഴ്സ് ആർ ഡിറ്റർമൈൻ ദ ഡിമാൻഡ്. വാട്ട് ആർ ദേ? ഇനി അതിലേക്കാണ് നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. കൺസ്യൂമർ എക്സ്പെക്ടേഷൻ. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഹീസ് ദ കിങ് ഓഫ് ദ മാർക്കറ്റ്. മാർക്കറ്റിലെ കിങ് ആയിട്ടാണ് കൺസ്യൂമേഴ്സിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് അവർക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കൺസ്യൂമർ എക്സ്പെക്ടേഷൻ. കൺസ്യൂമർ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ദേ ഓൾവേസ് തിങ്ക് ഇൻ എ പോസിറ്റീവ് ലൈൻ. ദാറ്റ് ഈസ് പ്രൈസ് കൂടുമ്പോൾ അവർ വിചാരിക്കുകയാണ് ഓട്ടോമാറ്റിക്കലി പ്രൈസ് ഹൈ റേറ്റ് ആണ്, അറ്റ് സം ഫ്യൂ ഡേയ്സ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ പ്രൈസ് കുറയും, ദെൻ ഓൺലി ദേ ക്യാൻ പർച്ചേസ് എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദ ഡിമാൻഡ് ഡിറ്റർമിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കൺസ്യൂമേഴ്സ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഡിമാൻഡ് ഡിറ്റർമിനേഷന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പങ്കുവഹിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇനി രണ്ടാമത്തെ പോയിന്റ്, സെക്കൻഡ് പോയിന്റ് ഈസ് ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പ്രൈസ്. പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ പ്രൊഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ കസ്റ്റമേഴ്സും ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. വാട്ട് ഈസ് മീൻ ദ പ്രൈസ്? ദ പ്രോഡക്റ്റ് കോസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രൈസിനെ കൺസിഡർ ചെയ്യാം. പ്രോഡക്റ്റ് കോസ്റ്റ് ആയിട്ടാണ് പ്രൈസിനെ കൺസിഡർ ചെയ്യുന്നത്. പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഹൈ റേറ്റ് ആണ് എങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡിനെ എന്താണ് അത് അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഡിമാൻഡും പ്രൈസും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ്, ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയാൻ കാരണം. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് കൺസ്യൂമർ ഇൻകം. കൺസ്യൂമർ ഇൻകം. കൺസ്യൂമർ ഇൻകം ആണ് തേർഡ് പോയിന്റ് പറയുന്നത്. Consumer, we are considered that the king of the market. The consumer income എന്ന് പറയുമ്പോൾ if the consumer have that capability to purchase a particular product, then only they can satisfy their needs and their demand. അപ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് പ്രോപ്പർ ആയിട്ട് ഈ പറയുന്ന അവരുടെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഡിമാൻഡ് ഡിറ്റർമിനേഷന്റെ വൺ ഓഫ് ദ അനദർ ഫാക്ടർ ഈസ് ദാറ്റ് കൺസ്യൂമർ ഇൻകം. നെക്സ്റ്റ് പോയിന്റ് ടാക്സേഷൻ പോളിസീസ്. നമ്മുടെ ഗവൺമെന്റ് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. എക്സസ് ഓഫ് എമൗണ്ട് നമ്മൾ ഏൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എവറി ഇൻഡിവിജ്വൽ ടു പേ ദ ടാക്സ്. ദാറ്റ് ഈസ് ദ ടാക്സേഷൻ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഹൈ ഇൻകം അല്ലെങ്കിൽ ഹൈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈ റിട്ടേൺ കിട്ടുന്നുണ്ട് എങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഡിമാൻഡ് ഡിറ്റർമിനേഷനെയും അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടാക്സേഷൻ പോളിസി എന്ന് പറയുന്നതും ഏതിനെ എഫക്ട് ചെയ്യുന്നു? ഡിമാൻഡ് ഡിറ്റർമിനേഷനെ എഫക്ട് ചെയ്യുന്നു. നമ്പർ ഓഫ് ബയേഴ്സ് ഇൻ ദ മാർക്കറ്റ്. നെക്സ്റ്റ് കാറ്റഗറി നമ്മൾ പറയുന്നുണ്ട് ഡിമാൻഡ് ഡിറ്റർമിനേഷന് മെയിൻ ആയിട്ടും ബയേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി, അതല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി എഫക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൊണോപ്പൊളി, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മാർക്കറ്റ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്പർ ഓഫ് ബയേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബയേഴ്സ് കൂടുതലുണ്ട് എങ്കിൽ മാത്രമാണ് ആ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ നമ്പർ ഓഫ് ബയേഴ്സ് ഇൻ ദ മാർക്കറ്റ് ഈസ് very important in the sense of a demand determination. Next point, the price of related goods. Related goods എന്ന് പറഞ്ഞാൽ ഒരു അതായത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് മെയിൻ ആയിട്ടും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഓർ സിമിലർ പ്രൊഡക്ട്സ്, അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പെട്രോൾ ആൻഡ് കാർ എന്ന് പറയുന്നത് റിലേറ്റഡ് ഗുഡ്സ് ആണ്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു പ്രൊഡക്റ്റിനെയും എഫക്ട് ചെയ്യുന്നുണ്ട്. അതും ഏതിന്റെ കാറ്റഗറിയിൽ പെടുന്നുണ്ട്? ഡിമാൻഡ് ഡിറ്റർമിനേഷനെ എഫക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് മണി സപ്ലൈ അല്ലെങ്കിൽ മണി പോളിസി. Money policy, that is two types of policies are there. That is a money policy or a fiscal policy. Monetary policy പോലെ തന്നെയാണ് മണി പോളിസി എന്ന് പറയുന്നത്. ഡിമാൻഡ് ഡിറ്റർമിനേഷൻ
നമ്മൾ പറഞ്ഞു മണി എന്ന് പറയുന്നത്, ഫണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഈ പറയുന്ന കൺസ്യൂമേഴ്സിന്റെ അവരുടെ നീഡ്സിനനുസരിച്ചും അവരുടെ അവൈലബിലിറ്റി, അവരുടെ കയ്യിലുള്ള ഫണ്ടിനെ ബേസ് ചെയ്തിട്ടുമായിരിക്കും മണി പോളിസി നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇൻഫ്ലേഷൻ, ഡീഫ്ലേഷൻ എന്ന് പറയുന്ന പോയിന്റ്സ് ഒക്കെ നമുക്ക് ക്ലിയർ ആണ്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന മണി പോളിസി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ മണി പോളിസി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും പ്രൈസിന്റെ ഡിമാൻഡ്, പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് മണി പോളിസിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇൻഫ്ലേഷൻ സിറ്റുവേഷൻ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡീഫ്ലേഷൻ സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഡിമാൻഡിൽ വരുന്ന വേരിയേഷൻസ്, ഇതെല്ലാമാണ് മെയിൻ ആയിട്ടും മണി പോളിസി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ പ്രിഫറൻസസ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റിനാണ് കൂടുതൽ ഡിമാൻഡ് നമുക്ക് ജനറേറ്റ് ചെയ്യുക. കാരണം ഫ്രീക്വന്റ്ലി ദേ ആർ റെഡി ടു പർച്ചേസ് സം പ്രൊഡക്ട്സ്. അപ്പൊ അങ്ങനെയുള്ള പ്രൊഡക്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്താണ് ഡിമാൻഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് സീസണൽ ഗുഡ്സ്. സീസണൽ ഗുഡ്സ് നമുക്കറിയാം, അതായത് ഓരോ സീസൺ ബേസിലായിരിക്കും അത്തരത്തിലുള്ള പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കൂടുന്നത്. അതും എന്താണ്, ഫോർ എക്സാമ്പിൾ ആയിട്ട് സ്കൂൾ ഓപ്പണിങ്ങിന്റെ സമയത്ത് നമുക്ക് മെയിൻ ആയിട്ടും സ്കൂൾസിന്റെ ആവശ്യമായിട്ടുള്ള ബാഗ്, അംബലാസ് അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പൊ അതൊക്കെ ഒരു സീസണൽ ഗുഡ്സ് ആണ്. അപ്പൊ സീസണൽ ഗുഡ്സും ഒരു പരിധി വരെ എന്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് ഡിറ്റർമിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇനി ആ സീസൺ, അതായത് ഓഫ് സീസൺസ് ആൻഡ് ഓഫ് സീസൺസ് ഒക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, ഡൾ സിറ്റുവേഷൻ ആണ്. അപ്പൊ ഡിമാൻഡ് വളരെ കുറവായിരിക്കും. പക്ഷെ അതായത് ഇതിന്റെ ആക്റ്റീവ് സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, കൂടുതൽ ഡിമാൻഡ് കൂട്ടാനായിട്ടും കൂടുതൽ പ്രോഫിറ്റ് പ്രൊഡ്യൂസേഴ്സിന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നു. Next, last point, the amount spent on advertisement. Each and every product to be introduced in the market, we need the advertisement. Then only the large number of our mass consumers are know that particular product. അപ്പൊ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഡിറ്റർമിനേഷനെ ഒരു വലിയൊരു ഘടകം തന്നെയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഡ്വർടൈസ്മെന്റ് വഴിയാണ് ഇപ്പൊ നമ്മൾ പല പ്രൊഡക്റ്റും ന്യൂ പ്രൊഡക്ട്സ് അറിയുന്നത് ഏത് വഴി തന്നെയാണ്, നമ്മുടെ മീഡിയാസ് വഴി തന്നെയാണ്. അപ്പൊ അങ്ങനെ മീഡിയാസ് വഴി അറിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താണ്, കൂടുതൽ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെ ഓൾറെഡി ഡിസയർ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഡിസയർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയത്തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് നമ്മൾ കൂടുതലായിട്ട് അത് ചെയ്യുന്നത്. അതായത് പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും അത്തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ നടത്തുന്നത്. അപ്പൊ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്ത് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിമാൻഡ് ഡിറ്റർമിനേഷനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് മാറുന്നത്. നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് മൂവ്മെന്റ് ഇൻ ഡിമാൻഡ്. നമ്മളെ ഡിമാൻഡിനെ കുറിച്ചും ലോ ഓഫ് ഡിമാൻഡിനെ കുറിച്ചും ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു പിക്ചറാണ് നമ്മൾ കണ്ടത്. നെക്സ്റ്റ് ഡിമാൻഡ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. മൂവ്മെന്റ് ഓഫ് ഡിമാൻഡ്, ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ഇൻ എ ഗ്രാഫിക്കൽ ഫോർമാറ്റ്. You please check it that the graph also. What is meant by the movements in demand? Movement along the demand curve indicate the change in the quantity demanded. As a result, the price changes. That is, ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കറസ്പോണ്ടന്റ് ബേസിൽ പ്രൈസിലും വേരിയേഷൻ. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ നമുക്ക് ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, P1 ആയിരുന്നു ആദ്യത്തെ ഇനീഷ്യൽ പ്രൈസ് എങ്കിൽ പിന്നീട് P2യിലേക്ക് അതിന്റെ പ്രൈസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സിമിലർ ചേഞ്ച് തന്നെയാണ് എവിടെ വരുന്നത്, ക്വാണ്ടിറ്റിയിൽ വരുന്നത്. അതാണ് ഈ എക്സ്പ്ലനേഷനിൽ പറയുന്നത്. ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആസ് എ റിസൾട്ട് ഇൻ പ്രൈസ് ചേഞ്ചസ്. പ്രൈസ് ചേഞ്ചസിൽ വരുന്ന സെയിം ചേഞ്ചസ് തന്നെയാണ് ദ ക്വാണ്ടിറ്റിയിലും ഡിമാൻഡ് വരുത്തുന്നത് എന്നാണ് പറയുന്നത്, വ്യത്യാസം വരുത്തുന്നത്. അതർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് റിമൈനിങ് കോൺസ്റ്റന്റ്. ഇനി നമ്മൾ ഈ പറയുന്ന പ്രൈസിനെയും ക്വാണ്ടിറ്റിയും ഡിസൈഡ് ചെയ്യുമ്പോൾ മറ്റുള്ള ഫാക്ടേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അത് അതർ ഫാക്ടേഴ്സ് ആർ സ്റ്റിൽ കോൺസ്റ്റന്റ് എന്ന ബേസിലാണ് നമ്മൾ ഈ പറയുന്ന മൂവ്മെന്റ് ഓഫ് ഡിമാൻഡിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ മൂവ്മെന്റ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ അഫക്ട് ദ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി. നിങ്ങൾക്ക് P1ൽ നിന്നുമുള്ള പ്രൈസ് P2യിലേക്ക് മാറുമ്പോൾ Q1ൽ നിന്നുള്ള ക്വാണ്ടിറ്റി ഏതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, Q2യിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക്കലി ആ പറയുന്ന
മൂവ്മെന്റ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് ആ ഡയഗ്രാം കാണിക്കും. ഇനി ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എപ്പോഴും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അതാണ് ആ ഏരോ മാർക്ക് കാണിക്കുന്നത്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. വൈ? ബിക്കോസ് ദ പ്രൈസ് റെഡ്യൂസസ്, ദ ഡിമാൻഡ് ഡിക്രീസസ്. പ്രൈസ് ഇൻക്രീസസ്, പ്രൈസ് ഇൻക്രീസസ്, ദ ക്വാണ്ടിറ്റി ഡിക്രീസസ്. പർച്ചേസ് ചെയ്യുന്ന അളവ് കുറയുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ആ ഡയഗ്രാം എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഓൾവേസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് ഡിമാൻഡ്. ഓക്കെ, ഡിമാൻഡ് കർവ്. ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ഓർ ചേഞ്ച് ഇൻ ഡിമാൻഡ്. ഡിമാൻഡ് കർവിൽ വരുന്ന ചേഞ്ചസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെന്റേഷൻ തന്നെ ചെയ്യണം. ഇനി എന്താണ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? When the demand changes as a result change in the factors other than the price, it is called shift in demand. അതായത് പ്രൈസിലെ ഫാക്ടേഴ്സ് അതർ ദാൻ ദ പ്രൈസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഫാക്ടേഴ്സും കോൺസ്റ്റന്റ് ആയിട്ട് പ്രൈസിൽ വരുന്ന ചേഞ്ചസ് ആണ് ഈ പറയുന്ന ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡിമാൻഡിൽ പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട സെയിം പോയിന്റ് തന്നെയാണ്. അതെങ്ങനെയാണ്, എപ്പോഴാണ് ആ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നത്? അതായത് പ്രൈസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടുന്നു? ഡിമാൻഡ് മീൻസ് ക്വാണ്ടിറ്റി കൂടുന്നു. ക്വാണ്ടിറ്റി കൂടുമ്പോൾ അഡ്വേഴ്സ്ലി എന്താണ്? ഡിമാൻഡ് കർവ് നമുക്ക് മാറ്റാനായിട്ട് ഷിഫ്റ്റ്, അതായത് കുറച്ചുകൂടി എന്താണ് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. When demand increases, the quantity demanded will be greater than each price. ഓരോ പ്രൈസിനനുസരിച്ചും എന്താണ് അതിന്റെ ക്വാണ്ടിറ്റിയിൽ നമുക്ക് വേരിയേഷൻ വരുത്തുന്നത്. ഇനി നമ്മൾ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ വൺ ഓഫ് ദ മേജർ തിങ് എന്ന് പറഞ്ഞാൽ we clearly mentioned that the price area and the quantity. അപ്പൊ പ്രൈസും നമ്മൾ ക്വാണ്ടിറ്റിയും നമ്മളൊരു ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെന്റേഷൻ വരയ്ക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. അപ്പൊ എപ്പോഴും വൈ ആക്സിസ് എന്ന് പറയുന്നത് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് പ്രൈസ് പെർ യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടും, അല്ലെങ്കിൽ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? ക്വാണ്ടിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെന്റേഷൻ വരയ്ക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കണേ. അടുത്തത് നമ്മൾ പറഞ്ഞത് ഇത്ര നേരം ഡിമാൻഡിനെ കുറിച്ചും ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, ചേഞ്ച് ഇൻ ഡിമാൻഡ് ആണ്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ്? അതായത് ഡയറക്റ്റ് ഡിമാൻഡ് ഉണ്ട്, ഡിറൈവ്ഡ് ഡിമാൻഡ് ഉണ്ട്. ഡയറക്റ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള ഡിമാൻഡ് അറൈസിങ് ആണ് ഡയറക്റ്റ് ഡിമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഡിമാൻഡ് ആണ്. ഇനി ഡിറൈവ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നതാണ് ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതിന് ഡയറക്റ്റ് ഡിമാൻഡും ഡിറൈവ്ഡ് ഡിമാൻഡിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡ്രിങ്കിങ് വാട്ടർ ആണ്. നമുക്ക് ദാഹിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട്, ദാറ്റ് ഈസ് നമ്മുടെ ഡിമാൻഡ് ആണ്. ദെൻ ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇൻ ദാറ്റ് ഡയറക്റ്റ് ഡിമാൻഡ് we can derive that another need and we can satisfy that needs. അതാണ് ഡിറൈവ്ഡ് ഡിമാൻഡിന്റെ പ്രത്യേകത. ഇനി അടുത്ത പോയിന്റിൽ പറയുന്നുണ്ട് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ആൻഡ് ദ മാർക്കറ്റ് ഡിമാൻഡ്. ഇൻഡിവിജ്വൽ ആൻഡ് മാർക്കറ്റ്, അതല്ലെങ്കിൽ ഇൻഡസ്ട്രി ആൻഡ് ഫേം എന്ന് പറയുന്നതും ഏകദേശം തൊട്ട് താഴെ പറയുന്ന പോയിന്റ് അതിനോട് റിലേറ്റ് ചെയ്താണ്. അപ്പൊ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഈസ് കൺസിഡേർഡ് ആസ് എ സിംഗിൾ പേഴ്സൺ. Okay, individual demand only considered the single person. Market demand is mainly considered that the whole people അല്ലെങ്കിൽ whole individual ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്താ പറയുന്നത് ഈ പറയുന്ന മാർക്കറ്റ് ഡിമാൻഡ് വരുന്നത്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് is considered as a only single person. Market demand, number of individuals are included in this demand. Third point, കമ്പനി ഡിമാൻഡ് ആൻഡ് ദ ഇൻഡസ്ട്രി ഡിമാൻഡ്. കമ്പനി അല്ലെങ്കിൽ ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സിംഗിൾ ഓർഗനൈസേഷൻ. അതാണ് കമ്പനി എന്ന് പറയുന്നത്. സിംഗിൾ പീസ് ഓർ സിംഗിൾ ഫേം ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡസ്ട്രി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഗ്രൂപ്പ് ഓഫ് ഫേംസ് ഓർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആർ ഇൻക്ലൂഡഡ്, ദാറ്റ് ഈസ് ദ ഇൻഡസ്ട്രി ഡിമാൻഡ്. ഇനി കമ്പനി ഡിമാൻഡും ഇൻഡസ്ട്രി ഡിമാൻഡും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്.
കമ്പനി ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫേമിനെ മാത്രമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നുള്ളൂ, അല്ലെങ്കിൽ ആ ഫേമിന്റെ നീഡ്സിനെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഓൾ ദ റിലേറ്റഡ് ഫേംസ്, അത് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ കമ്പനികളെയും അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതാണ് ഡിഫറൻസ് ആയിട്ടുള്ള കമ്പനി ഡിമാൻഡ് ആൻഡ് ഇൻഡസ്ട്രി ഡിമാൻഡ്. നെക്സ്റ്റ് പറയുന്നത് ഷോർട്ട് റൺ ഡിമാൻഡ് ആൻഡ് ലോങ് റൺ ഡിമാൻഡ്. നമ്മൾ ഈ പറയുന്ന PPD അല്ലെങ്കിൽ ഈ പറയുന്ന സബ്ജക്റ്റില് കോമൺ ആയിട്ട് വരുന്നതാണ് ഒരു ഷോർട്ട് റൺ ഡിമാൻഡ് ആൻഡ് ലോങ് റൺ. ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ പേരിൽ നിന്നും ഉണ്ട് വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, ആ ടൈമിൽ നമുക്ക് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി ഷോർട്ട് റണ്ണിൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നത് നമ്പർ ഓഫ് വേരിയബിൾ ഇൻപുട്സിന്റെ ബേസിൽ മാത്രമാണ് നമുക്ക് എന്താണ് ഈ പറയുന്ന ഷോർട്ട് റൺ ഡിമാൻഡ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ലോങ് റൺ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഡ്യൂറേഷൻ നമുക്ക് എന്താണ് ആ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കൂട്ടാനായിട്ട് സാധിക്കും. അതായത് അതിന്റെ ഡിമാൻഡ് കൂട്ടാനായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ഫിക്സഡ് അസറ്റ്സ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലാന്റിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് അതിന് വേണ്ടതായിട്ടുള്ള മെഷീനറീസ്, എക്യുപ്മെന്റ്സ് ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഡിമാൻഡിനെ കൂട്ടാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയുമാണ് ഡിമാൻഡ് ഡിസ്റ്റിങ്ഷൻസ് ആയിട്ട് കാറ്റഗറിയിൽ വരുന്നത്.